ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: എൻ്റെ പ്രണയ ജീവിതത്തിലെ തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാൻ കഴിയും. 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ കൂട്ടുകാരെ. പാസ്റ്റിലെ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡാണ്. നൈറ്റ് എന്ന കാർഡ് സഫലീകരണത്തിനെ സൂചിപ്പിക്കുന്നു. പെൻറ്റക്കിൾസ് സമ്പത്തിനെയും സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഈ കാർഡിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾ തുടർന്നു പോകാൻ ചിലപ്പോൾ സാമ്പത്തിക ചുറ്റുപാടുകൾ നിങ്ങളെ അനുവദിക്കുന്നുണ്ടാകുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കുടുംബത്തിൽ വരുമാനമുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അപ്പോൾ പ്രണയം തുടർന്നു കൊണ്ടുപോയാൽ നമ്മുടെ പങ്കാളി, സ്ത്രീ ആയാലും പുരുഷനായാലും, സ്വന്തമായി ജീവിതം തുടങ്ങുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. എങ്കിൽ എങ്ങനെ എനിക്കതിന് കഴിയും? അത് സ്വാർത്ഥതയാകില്ലേ? വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് കാണിക്കുന്ന ക്രൂരതയായി പോവില്ലേ? എന്നീ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തേക്കാം. അതിനാൽ ആത്മാർത്ഥമായാണ് പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവർ എനിക്ക് എൻ്റെ ലൈഫ് മുഴുവൻ പാർട്ട്ണറായി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യതയോടെ, ക്ഷമയോടെ, അളന്നു കുറിച്ച് ചെയ്യുക. സ്നേഹബന്ധത്തോട്, അതായത് പ്രണയത്തോട് നീതി പുലർത്തി മുന്നോട്ട് പോവുക. നിതാന്ത പരിശ്രമം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് നേടുവാൻ കഴിയും എന്ന് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമുക്കുള്ള സന്ദേശം നൽകുന്നുണ്ട്. കാർഡിലെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഭൂമി തത്വത്തെയും സമ്പത്തിനെയും കുറിക്കുന്ന ഒരു കാർഡാണ്. കുതിരപ്പുറത്ത് കിഴക്കോട്ട് നോക്കി നിശ്ചയദാർഢ്യത്തോടുകൂടി പോകുന്ന ഒരു ഭടനെ നിങ്ങൾക്ക് കാണാം. സമാധാനമായി ചിന്തിച്ച് നിങ്ങളുടെ മുന്നിൽ എന്ത് തടസ്സമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടെത്തി മുന്നോട്ട് പോവുക. പാസ്റ്റിൽ നിന്ന് നമ്മൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു ജലതത്വത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. കൂടാതെ ഇത് ബന്ധങ്ങളെയും ഫീലിങ്സിനെയും കുറിക്കുന്നുണ്ട്. മനസ്സ് ഒരു തരത്തിലും ബുദ്ധി മറ്റൊരു തരത്തിലും ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായി കാണുന്നു. ഇതും ഒരു ഫുൾഫിൽമെൻറ്റിനെ കുറിക്കുന്നുണ്ട്. ഇതും നിങ്ങളോട് പറയുന്നത് പ്രണയം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുക, പുതിയ രീതികൾ. ആരൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ആയിട്ടാണ് ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്നത്, നിങ്ങളുടെയും പങ്കാളിയുടെ ഇടയിലുള്ള തടസ്സം എന്താണ്, ഇത് രണ്ടുപേരും മനസ്സിലാക്കുക. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ബന്ധത്തെ ഊഷ്മളമാക്കാൻ ശ്രമിക്കുക. മാനസികമായ ഇഴയടുപ്പത്തിന് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർപ്പാക്കുക. പുതിയ ഒരു തുടക്കത്തിന് നാന്ദി കുറിക്കുക. നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ് എന്ന് ഈ കാർഡിൽ സൂചനയുണ്ട്. ഇത് ഉൾക്കൊണ്ട് അവബോധത്തോടെ ചിന്തകളെ വികാര തീവ്രതയോടെ കാണാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വിവേകത്തോടെ ചിന്തിക്കുക, പ്രവർത്തിക്കുക. തടസ്സങ്ങളെ നീക്കി മുന്നോട്ട് പോവുക. അവിടെ നിന്ന് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ 9 ഓഫ് സോഡ്സ് എന്ന എയർ എലമെൻറ്റിൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിന്തകൾ വായുവേഗത്തിലായിട്ടാണ് കാണുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇരട്ടത്ത് ഒരാൾ താഴെ ഇരിക്കുന്നു. 9 വാളുകളും പിറകിൽ കാണാം. അനാവശ്യമായി ചിന്തിച്ചിരിക്കുകയാണ്. ഉത്കണ്ഠയും ഭയവും നിങ്ങളിൽ ഉണ്ടാകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നു. നിങ്ങളെ ആരും തടസ്സപ്പെടുത്തുന്നതല്ല, സ്വയം വിമർശനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവ മാറ്റുക. പ്രപഞ്ചം അനുവദിച്ചു നൽകിയിരിക്കുന്ന ഈ ജീവിതം സന്തോഷമുള്ളതാക്കുക. ആവശ്യമില്ലാതെ വറി ചെയ്ത് അത് നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാതെ, നിരാശയുടെ പഴുകുടിയിൽ വീഴാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതത്തെ ആസ്വദിക്കുക. ആനന്ദവും മനസ്സമാധാനവും കണ്ടെത്തുക. ഈ 3 കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബന്ധങ്ങളിൽ സുസ്ഥിരത വരുത്തിക്കൊണ്ട് മൂല്യങ്ങൾ കൈവിടാതെ സമാധാനത്തോടെ ക്ഷമയോടെ കാര്യങ്ങളെ നേരിടുക എന്നുള്ളതാണ്. വികാരത്തിന് പ്രാധാന്യം നൽകാതെ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. ജീവിതത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടോടെ നേരിടുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ പുറത്തിടുക. അനാവശ്യമായ സ്ട്രെസ്സുകൾ ഒഴിവാക്കുക. മനസ്സിനെ സ്റ്റേബിളാക്കുക. എല്ലാ തടസ്സങ്ങളും സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. നിങ്ങളിൽ ഉടലെടുക്കുന്ന അനാവശ്യ ഭയമാണ് നിങ്ങളുടെ പ്രണയത്തിലെ പ്രധാന തടസ്സം. അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോകൂ എന്നാണ് പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുന്നത്. ഏറ്റവും നല്ലൊരു സ്നേഹബന്ധം നിങ്ങളിൽ ഉണ്ടാകട്ടെ. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകും, തീർച്ച. അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.